ലക്ഷ്മി നായരുടെ ബിരുദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം. ലോ അക്കാദമിയിൽ യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പലിനെ അടിയന്തരമായി നിയമിക്കണം. അനുരാധ പി നായർക്ക് ലഭിച്ച മാർക്ക് ദാനവും സർവകലാശാല അന്വേഷിക്കും. എന്നാൽ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന ആവശ്യം സിൻഡിക്കേറ്റ് യോഗം വോട്ടിനിട്ട് തള്ളി. വിദ്യാർത്ഥികളുടെ സംഘടനകളുടെ പ്രതിഷേധത്തിനും സർവകലാശാല ആസ്ഥാനം സാക്ഷിയായി. ലോ അക്കാദമിയിൽ പ്രിൻസിപ്പലായിരുന്ന ലക്ഷ്മി നായരിലേക്കും അന്വേഷണം ആരംഭിക്കുന്നു. ഒരേ കാലയളവിൽ കേരളയിൽ നിന്ന് LLBയും വെങ്കടേശ്വര സർവകലാശാലയിൽ നിന്ന് MAയും ലക്ഷ്മി നായർ നേടി. ഇത് വ്യാജമാണെന്നും അന്വേഷിക്കണമെന്നും കോൺഗ്രസ് അംഗം ഡോക്ടർ ജീവൻലാൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് സർവകലാശാലയുടെ പരീക്ഷാ സമിതിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. ലക്ഷ്മി നായരുടെ ഭാവി മരുമകൾ അനുരാധ പി നായർക്ക് അനധികൃതമായി മാർക്ക് നൽകിയെന്ന പരാതിയിലും തുടർന്ന് അന്വേഷണമുണ്ടാകും. 23-ന് അനുരാധയിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കും. ലോ അക്കാദമിയിൽ യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പാളിനെ അടിയന്തരമായി നിയമിച്ച് സർവകലാശാലയെ അറിയിക്കാനും സിൻഡിക്കേറ്റ് മാനേജ്മെന്റിനോട് നിർദ്ദേശിച്ചു. സിൻഡിക്കേറ്റ് അംഗം A റഹീം യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പളിനെ അടിയന്തരമായി നിയമിച്ച് സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ആ പ്രപ്പോസൽ വെച്ചപ്പോൾ കോൺഗ്രസിന്റെയോ CPIയുടെയോ അംഗം അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താ? അതേസമയം അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നും പ്രിൻസിപ്പലിനെ പുറത്താക്കണമെന്നും UDF CPI അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഈ പ്രമേയങ്ങൾ വോട്ടിനിട്ട് തള്ളി. ലക്ഷ്മി നായരെ ഡീബാർ ചെയ്തെന്നും പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെന്നും കാട്ടി 2 കത്തുകൾ മാനേജ്മെന്റ് സർവകലാശാലയ്ക്ക് കൈമാറിയിരുന്നു. ഇതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് UDF ആരോപിച്ചു. സിൻഡിക്കേറ്റ് അംഗം ജ്യോതികുമാർ ചാമക്കാല അന്വേഷണ റിപ്പോർട്ടിന്മേൽ ശക്തമായ തുടർ നടപടി സ്വീകരിക്കണം എന്ന് സർവകലാശാലയോട് ആവശ്യപ്പെട്ട ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ട എന്ന് സംസ്ഥാനത്തെ 4 സെക്രട്ടറിമാർ തന്നെ സിൻഡിക്കേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ വോട്ടിനിട്ട് പാസാക്കിയിരിക്കുകയാണ്. ഇന്റേണൽ മാർക്കിന്റെ ഘടന പരിഷ്കരിക്കാനും സിൻഡിക്കേറ്റിൽ തീരുമാനമായി. സർവകലാശാലയ്ക്ക് മുന്നിൽ ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യോഗം അവസാനിച്ച ശേഷം വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിനുള്ളിലേക്ക് തള്ളിക്കയറി. സർവകലാശാല ഉപരോധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോ അക്കാദമി സമരത്തിൽ മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തണമെന്ന് AK ആന്റണി. മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടണം. തിരുവനന്തപുരത്ത് UDF സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആന്റണി. അല്ലെങ്കിൽ ഒരു പക്ഷേ സമരം തീരുമായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി വിദ്യാർത്ഥി പ്രതികളെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ കേട്ട് അവർക്ക് തൃപ്തികരമായ നിലയിൽ ഈ സമരം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അതേക്കുറിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തോട് ഐക്യ ജനാധിപത്യത്തിൻ്റെ നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമരത്തിൻ്റെ മറ്റൊരു സമരമുഖമായിരിക്കണം മലപ്പുറത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയമുണ്ടാക്കാനുള്ള കൂട്ടായ പരിശ്രമം എല്ലാവരും നടത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജനയുഗത്തിലെ ലേഖനത്തിന് മറുപടിയുമായി EP ജയരാജൻ. ഇടതുപക്ഷത്തെ തകർക്കുന്നവരുടെ കയ്യിലെ പാവയായി CPI മാറിയെന്ന് ജയരാജൻ. ജനയുഗം നിലവാര തകർച്ചയുടെ മാധ്യമമായി മാറി. CPI അത്ര വലിയ പാർട്ടിയല്ലെന്നും ജയരാജൻ പറഞ്ഞു. ചില സങ്കുചിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഇടതുപക്ഷ വിരുദ്ധരുടെ കയ്യിലെ പാവയായി തീർന്നിരിക്കുകയാണ് ജനയുഗം. CPI അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നും അല്ല. പണ്ട് നമ്മുടെ നാട്ടിൽ മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്പൂരിയുടെ വെളിച്ചത്തിൽ വാരുടെ ഊണ്. അങ്ങനെ കഴിഞ്ഞു കൊടുത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അത് വലിയ പാർട്ടിയായി ഇവിടെ വമ്പന്മാരായിട്ടൊന്നും ജനങ്ങൾ കാണുന്നില്ല. പരസ്യ പ്രസ്താവന നടത്തി മുന്നണിയെയും ഗവൺമെന്റിനെയും കളങ്കപ്പെടുത്താൻ CPI ശ്രമിക്കരുത്, അവരൊറ്റപ്പെടും. ജനയുഗത്തിൽ വന്ന ലേഖനം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പാർട്ടിയുടെ അഭിപ്രായം മുഖപ്രസംഗത്തിലാണ് പറയുക. എഡിറ്റർ എന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്. റവന്യൂ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തെക്കുറിച്ചല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ലോ അക്കാദമി വിഷയത്തിൽ CPI തർക്കമില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ലോ അക്കാദമി ഭൂമിയെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരു വിശദീകരണവും നൽകിയതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം മുഴുവൻ കേട്ടതാണ്. അദ്ദേഹം നടരാജപിള്ളയുടെ ഭൂമിയെക്കുറിച്ചാണ് പറഞ്ഞത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പരാതി തന്നത് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്, ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാണ്. അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പരാതി തന്നാൽ, റവന്യൂ മന്ത്രിക്ക് ഒരു പരാതി തന്നാൽ അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതല്ല ജനാധിപത്യം. അന്വേഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ എന്ത് വേണമെന്ന് തീരുമാനിക്കും. മുഖ്യമന്ത്രി ആ അന്വേഷണത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം മുഴുവൻ കേട്ടതാണ്, താങ്കളും കേട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ അതിന് കൊടുക്കുന്ന ഇൻ്റർപ്രിട്ടേഷനാണ്. ഇല്ല, അതിപ്പോൾ ഒരു പാർട്ടിയുടെ എഡിറ്റോറിയലാണ് പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായം. എഡിറ്റോറിയൽ പേജിൽ പല ലേഖനങ്ങളും വരാറുണ്ട്.
ജനകത്തിൽ വന്ന് അത് ഒരു സറ്റൈറിക്കലായിട്ടുള്ള ഒരു കോളമാണത്. അതിനകത്ത് ഇങ്ങനെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാറുണ്ട്. അതിനകത്ത് മറ്റൊന്നും വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ അഭിപ്രായം ജനകത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ പറയും. CPI പ്രശ്നമൊന്നുമില്ല. CPM തർക്കമായിട്ട് ഈ പ്രശ്നങ്ങൾ മാറ്റണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിന് വഴങ്ങുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിള്ളലുണ്ടാക്കാനോ കക്ഷികളെ വ്യത്യസ്ത ചേരികളിൽ നിർത്താനോ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം ഞങ്ങൾ ഈ മുന്നണിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ വ്യക്തമായ രാഷ്ട്രീയ ധാരണ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങളെ വ്യത്യസ്ത ചേരി കൊണ്ടുപോകാനും പറ്റിയില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയത്തുള്ളൂ. അഡ്വക്കേറ്റ് അയ്യപ്പൻപിള്ള ലോ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്ത നിഷേധിച്ച കോലിയക്കോട് നാരായണൻ നായർ. അയ്യപ്പൻപിള്ളയുടെ രാജിക്കത്ത് ലഭിച്ചിട്ടില്ലെന്ന് നാരായണൻ നായർ. അയ്യപ്പൻപിള്ളയ്ക്ക് രാജിവെച്ചാലും തങ്ങൾക്ക് കുഴപ്പമില്ലെന്നും അദ്ദേഹം പീപ്പിളിനോട് പറഞ്ഞു. സുരേഷ് എൻ്റെ കത്ത് കൊടുത്തിട്ടില്ല, എനിക്ക് അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല, ഇതുവരെ എൻ്റെയും കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ചാലും അങ്ങനെ അന്നോ മറ്റുള്ള മീറ്റിങ്ങിന് 3 ദിവസത്തിന് മുമ്പുള്ള മീറ്റിങ്ങിനും പങ്കെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മുടെ ഈ സബ് കമ്മിറ്റിയുടെ ഞങ്ങളവിടെ മെമ്പറായതിനു ശേഷമാണ് BJP ചേരുന്നത്. എന്നെ വെച്ചോ പറഞ്ഞിട്ടാണ് BJP ചേരുന്നത്. പറഞ്ഞപ്പോൾ ഇലക്ഷനൊക്കെ അവിടെ നിർത്തി. അങ്ങനെ അന്ന് വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അങ്ങനെ BJPയുടെ. എനിക്ക് കിട്ടിയിട്ടില്ല. രാജി കിട്ടിയാൽ ഞാൻ അങ്ങനെ 102 വയസ്സുമായി അങ്ങനെ രാജിക്കുന്ന അതിനെപ്പറ്റി ഞങ്ങൾ പ്രശ്നമാക്കുന്നില്ല. ആദിവാസി ഭൂമി പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJP വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് CK ജാനു. ഇതിന് തിരിച്ചടി ലഭിക്കും. വാഗ്ദാനം തന്നവരോട് മറുചോദ്യം തങ്ങൾ ചോദിക്കുമെന്നും CK ജാനു വയനാട്ടിൽ പറഞ്ഞു. അത് അവർ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിട്ടില്ല. അത് പാലിക്കാൻ അവർക്ക് ബാധ്യസ്ഥതയുണ്ട്. ആ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ തിക്തഫലം അവരനുഭവിക്കും. നമുക്ക് അതിനകത്ത് വേറെ പറയാനൊന്നുമില്ല. ഏറ്റെടുക്കണം. അവര് പ്രതീക്ഷിക്കുന്നതല്ല, അവർ ഏറ്റെടുക്കണം. വാഗ്ദാനം തന്നവരോടൊക്കെ മറുചോദ്യം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ചോദിക്കുന്നില്ല, കുറച്ചുകൂടി കഴിയട്ടെ. മറ്റക്കര ടോംസ് കോളേജിന് സ്റ്റോപ്പ് മെമ്മോ. സാങ്കേതിക സർവകലാശാലയാണ് മെമ്മോ നൽകിയത്. നാളെ മുതൽ കോളേജ് തുറക്കില്ല. മറ്റക്കരയിലെ ടോംസ് കോളേജ് സർവകലാശാലയ്ക്ക് വ്യാജരേഖ നൽകി അഫിലിയേഷൻ സമ്പാദിച്ചതായി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കോളേജ് അടച്ചുപൂട്ടാൻ സർവകലാശാല തീരുമാനിച്ചത്. കോളേജ് ഇന്ന് തന്നെ അടച്ചുപൂട്ടും. കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ AICTEയുടെ മാർഗനിർദ്ദേശം വരുന്ന മുറയ്ക്ക് മറ്റു കോളേജുകളിലേക്ക് മാറ്റും. ബാക്കി ബ്രാഞ്ചുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന കോളേജുകളുടെ പട്ടിക ഇന്ന് തന്നെ സാങ്കേതിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നാളെ മുതൽ കോളേജ് അടച്ചിടാനാണ് സാങ്കേതിക സർവകലാശാലയുടെ തീരുമാനം. ടോംസ് കോളേജ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടവും സർവകലാശാലയ്ക്ക് അഫിലിയേഷൻ നേടാനായി കൊടുത്ത കെട്ടിടവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജിന് അഫിലിയേഷൻ നൽകരുതെന്ന് വിദഗ്ധ സമിതിയുടെ ശുപാർശ ഉണ്ടായിരുന്നെങ്കിലും സർവകലാശാലയിലെ ഉന്നതൻ രജിസ്ട്രാറുടെ പേരിൽ ഉത്തരവിറക്കുകയായിരുന്നു. ഇത് രേഖകൾ സഹിതം നേരത്തെ പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത പുറത്തായതിനെ തുടർന്ന് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. സർവകലാശാലയിലെ ഉന്നതനടക്കം കുടുങ്ങാൻ പോകുന്നതിന് മുമ്പ് ടോംസിനെ കൈവിട്ടതിനാൽ ടോംസ് ചെയർമാൻ തന്നെ സർവകലാശാലയ്ക്കെതിരെ വെളിപ്പെടുത്തൽ നടത്താൻ നിർബന്ധിതനായേക്കും. അത് പുറത്തു വന്നാൽ സാങ്കേതിക സർവകലാശാലയുടെ കുത്തഴിഞ്ഞ പ്രവർത്തനത്തിനുള്ള ഉത്തമ ദൃഷ്ടാന്തവുമാവും. ജീവൻകുമാർ, തിരുവനന്തപുരം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്ത കോട്ടയം ലാക്കാട്ടൂർ MGM NSS കോളേജിന്റെ അംഗീകാരം സർവകലാശാല റദ്ദ് ചെയ്തു. ആവശ്യപ്പെട്ട സമയം നീട്ടി നൽകിയിട്ടും മാനേജ്മെന്റ് കെട്ടിടം പണിയാൻ തയ്യാറാകാത്തതാണ് നടപടിക്ക് കാരണം. അംഗീകാരം നഷ്ടപ്പെട്ടതോടെ അധ്യാപകർ കൂട്ടത്തോടെ രാജിവെച്ചു. ഇതോടെ 116 വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായി. കോളേജ് പ്രവർത്തിക്കുന്നതിനുള്ള സ്ഥലവും സൗകര്യങ്ങളും ഉണ്ടെന്ന സർവകലാശാലയെ തെറ്റിദ്ധരിപ്പിച്ച് 2012 ലാക്കാട്ടൂർ MGM NSS മാനേജ്മെന്റ് അഫിലിയേഷൻ നേടിയത്. പിന്നീടുള്ള പരിശോധനകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയ MG സർവകലാശാല ഇത് പരിഹരിക്കാൻ നിരവധി തവണ നിർദ്ദേശം നൽകിയിട്ടും മാനേജ്മെന്റ് തയ്യാറാകാതെ വന്നതോടെ അഫിലിയേഷൻ റദ്ദായി. ഇതിനിടെ കോളേജിൽ BCom കോഴ്സിന് ചേർന്ന വിവിധ സെമസ്റ്ററുകളിലെ 116 വിദ്യാർത്ഥികളുടെ ഭാവി കൂടുതൽ ആശങ്കയിലാക്കി അധ്യാപകർ കൂട്ടത്തോടെ രാജിവെക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത്. ഇപ്പൊ ഞങ്ങൾക്ക് 3 ബാച്ച് ഉണ്ട്. ഫസ്റ്റ് ബാച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു 3 മാസം നിങ്ങൾക്ക് ബിൽഡിംഗ് പണിതിരിക്കും. സെക്കൻഡ് ബാച്ച് വന്നപ്പോൾ ഇങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾ വന്നിട്ട് 3 ബാച്ചായി. ഫൈനൽ ബാച്ച് വന്നിട്ട് 1 വർഷത്തോളം കഴിയാണ്. പക്ഷെ ഇതുവരെ അവർ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് തരുന്നില്ല. ഒരു ബിൽഡിംഗ് പണിയാൻ തയ്യാറായിട്ടില്ല. എന്താണ് അതിന് കാരണം? എന്താണ് പണിയാൻ കാരണം? അവർ പറയുന്നത് സ്ഥലമില്ലെന്നുള്ളതാണ്. പക്ഷേ ആവശ്യത്തിലേറെ സ്ഥലം അവിടെ ഉണ്ടായിട്ടും അവർ പണിയാൻ തയ്യാറാവുന്നില്ല. എന്താണ് അതിനുള്ള കാരണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുമില്ല. ഞങ്ങൾ അവർ കണ്ടില്ല നടിക്കുകയാണ്. ഇത് അവരുടെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അല്ല. പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടെങ്കിൽ പോലും അവർ കണ്ടില്ല. കോളേജ് അങ്ങനെ വേണ്ട, ഇതുകൊണ്ട് നിർത്തിവെച്ചേക്കാം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പലപ്പോഴും. രാവിലെ മുതൽ സമരം ആരംഭിച്ച വിദ്യാർത്ഥികൾ കോളേജ് ഗേറ്റിന് മുൻപിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്.
സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പോലീസ് ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രമസമാധാനം തകർക്കാൻ വർഗീയ സംഘർഷം മാർഗമായി സ്വീകരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കാപ്പ, UAPA തുടങ്ങിയ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കാനും സംഘർഷമുണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ മനസ്സിലാക്കുന്നതിന് പോലീസ് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. അണിയറയ്ക്കുള്ളിൽ നടക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞാലേ അത്തരം പ്രവർത്തനങ്ങൾ തടയാൻ കഴിയൂ. ക്രമസമാധാനം മെച്ചപ്പെടുന്നതിൽ വലിയ പുരോഗതി സൃഷ്ടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം തകർന്നു കാണാൻ താല്പര്യമുള്ള കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. വർഗീയ സംഘർഷമാണ് അതിനായി സ്വീകരിക്കുന്ന മാർഗം. വർഗീയ നീക്കങ്ങൾക്കെതിരെ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാപ്പയും UAPAയും പോലുള്ള നിയമങ്ങൾ ചുമത്തുമ്പോൾ ജാഗ്രത പാലിക്കണം. പ്രതിപക്ഷത്തിരിക്കുന്നവർക്കെതിരെ കാപ്പ ചുമത്തുന്ന സമീപനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. അത്തരം വികലമായ സമീപനം ഇനി പാടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന നിയമമാണ് UAPA. എന്നാൽ അങ്ങനെയല്ലാത്ത കേസുകളിലും UAPA ചുമത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കുറ്റകൃത്യങ്ങൾ ആര് നടത്തിയാലും പോലീസ് നിഷ്പക്ഷമായി നടപടിയെടുക്കണം. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമോ മറ്റു പരിഗണനകളോ നോക്കരുത്. രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് ഇടപെടുന്നത് നിഷ്പക്ഷമായിട്ടായിരിക്കണം. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് തങ്ങളുടെ ചുമതല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കണം. ലോക്കപ്പ് മർദ്ദനം കർശനമായി ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അതിശക്തമായി ഇടപെടണമെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകണമെന്നുമാണ് സർക്കാർ നയം. ഇതിനുള്ള നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി VK ശശികല നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മദ്രാസ് സർവകലാശാല സെന്റിനറി ഹാളിൽ രാവിലെ 9-നാണ് ചടങ്ങ്. ഇന്നലെ ചേർന്ന അണ്ണാ DMK MLA-മാരുടെ യോഗമാണ് ശശികലയെ നിയമസഭാ കക്ഷി നേതാവായും മുഖ്യമന്ത്രിയായും തെരഞ്ഞെടുത്തത്. ജയലളിത അന്തരിച്ച് 2 മാസം തികയുന്ന ദിവസമായിരുന്നു ചിന്നമ്മയുടെ സത്യപ്രതിജ്ഞാ പ്രഖ്യാപനം. MGRന്റെ ഭാര്യ ജാനകി രാമേന്ദ്രനും ജയലളിതയ്ക്കും ശേഷം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുന്ന 3ാമത്തെ വനിതയാണ് ശശികല. നിലവിൽ നിയമസഭാംഗമല്ലാത്ത അവർ 6 മാസത്തിനുള്ളിൽ MLA ആകേണ്ടതുണ്ട്. അതേസമയം ശശികല ഉൾപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഒരാഴ്ചയ്ക്കകം വിധി പ്രസ്താവിക്കുമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ശശികല നാളെ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന പ്രഖ്യാപനവും.